ഇന്ന് നമ്മൾ പൊട്ടാറ്റോ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ സാധാരണയായിട്ട് ഉണ്ടാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മല്ലിയിലയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ അംശം കുറച്ചും കൂടെ കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടെ കോൺഫ്ലവർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ടൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത ശേഷം ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഒരു 2 പോർഷനാക്കി മാറ്റിയെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കനത്തിൽ തന്നെ ഇതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കനത്തിൽ ഞാനിപ്പോൾ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം മല്ലിയിൽ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്നാക്കിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യായിരിക്കും കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ ബ്രെഡ് ക്രംസ് ആവുന്ന രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഓരോന്നും ഇതുപോലെ തന്നെ ഒന്ന് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇതുപോലെ തന്നെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പുറം ഭാഗം പെട്ടെന്ന് കരയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം 2 സൈഡും നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.